ഹലോ ഗൈസ്, സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ ഇപ്പം മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ ആൻറ്റിയും മാമനും പിള്ളേരും എല്ലാം നാളെ ജർമ്മനിയിലോട്ട് പോവുകയാണ്. ആൻറ്റി ഓൾറെഡി അവിടെ നേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ അങ്കിളിനെയും 2 പിള്ളേരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ദാണ്ട പുതുമണവാളനും പുതുമണവാട്ടിയും വന്നിട്ടുണ്ട്. ഇവർ മാത്രമല്ല ബാക്കിയുള്ളവരും ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോഴത്തേനും ആരോ ഒരു സോനപ്പപ്പടിയാണെന്ന് തോന്നണം ഇതിൻ്റെ പേര്. ഇത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം കൈ നീട്ടിക്കൊണ്ട് നിന്ന് തരും എന്ന് വിചാരിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ദാണ്ട് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും മമ്മി പണ്ടത്തെ അമ്മുമ്മയുടെയും അപ്പൂപ്പൻ്റെയും എൻ്റെ ഇളയ മാമൻ്റെയും പഴയ ഫോട്ടോയൊക്കെ കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ മാമൻ്റെ ആൻറ്റിയുടെയും എൻഗേജ്മെൻറ്റിൻ്റെ ആൽബമാണ്. ഇത് നമ്മുടെ കുട്ടി അപ്പൂനെ മാത്രമല്ല ഉള്ളത്. താണ്ടെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ അത് ഞാനാണ്. മമ്മി, പപ്പ, മാമൻ എല്ലാവരും ഉണ്ട്. ഞാൻ കുഞ്ഞിൽ എങ്ങനെ ഇരിക്കണതൊന്നും എൻ്റെ ഇളയ ജനറേഷനുകൾക്കൊന്നും അറിയാത്തത് കൊണ്ട് ഇവർക്കെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തിട്ട് ഇതാരാ ചോദിച്ചു. എല്ലാവരും എൻ്റെ കയ്യിൽ ഫോട്ടോ ഇരിക്കണോണ്ട് ഇത് ചിന്നു ചേച്ചിയാണെന്ന് അവർ തന്നെ പറഞ്ഞ്. എന്തടിസ്ഥാനത്തിൽ പറഞ്ഞെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എല്ലാവരും ഒരേ സ്വരത്തിൽ ചിന്നു ചേച്ചി എന്ന് പറയാനുണ്ടായിരുന്നു. എനിവേ ഞാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അവർക്ക് പോകാനുള്ള ഡേ ആയി. ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ പിള്ളേരുടെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. ഇതെല്ലാം എൻ്റെ കസിൻസാണ് ഗൈസ്. ഞാനാണ് ഏറ്റവും മൂത്തത്. അതുകൊണ്ടിട്ട് തന്നെ പിള്ളേർ എന്തെങ്കിലും കുടുത്തക്കേട് കാണിച്ചാൽ ആദ്യം പറയണത് ചേച്ചി കണ്ടല്ലേ പഠിക്കും. ഇതെന്തോ ചേച്ചിയാണ് എല്ലാം കാണിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ യുവച്ചനാണെങ്കിൽ നമുക്ക് പൈനാപ്പിളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സാബുമാമനെയാണ്. സാബുമാമൻ്റെ മോളുടെ പാറുവിൻ്റെയും പില്ലോ ഫൈറ്റാണ് റൈറ്റ് നോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി 7 മണിക്കാണ് അവരുടെ ഫ്ലൈറ്റ്. അവിടത്തേനും 4 മണിക്കൂർ മുമ്പേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 2:30 പോകണം. പിന്നെ അവർ റാപ്പൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേന് എവിടെയോ ഒരു ചെറിയൊരു വിഷമമൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ അവരെ കാണാനൊക്കെ പറ്റും. പിന്നെ പ്രെയർ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഡൊമസ്റ്റിക് എയർപോർട്ട്, പഴയ എയർപോർട്ട് അവിടെയാണ് പോകണം. കാരണം ഡൽഹിയിൽ ഇറങ്ങിയിട്ടാണ് അടുത്തവർ ജർമ്മനിലോട്ട് കയറുന്നത്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ സേഫ് ആയിട്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.